ചീപ്പ് മൈൻഡ് ആയിരിക്കും എൻ്റെ. ചോദിക്കാം ചില സമയത്ത് ഇവിടെ സീക്രട്ട് പറയാൻ വരുമ്പോ ഇങ്ങനെ വരുമല്ലോ. ചില സമയത്ത് സീക്രട്ട് പറയില്ല. ബി ഓണസ്റ്റ്, എന്താണ് ആ സാധനം സീക്രട്ടിന്റെ കാര്യം? അതായത് ഫസ്റ്റ് ഒരു ലവ് ട്രാക്ക് പോലായിരുന്നു അല്ലേ? എനിക്കത് അവളുടെ വായിന്ന് വരണം എന്നുണ്ടായിരുന്നു. അതിനാണ് ഇന്നലെ ചോദിച്ചത്. ലവ് ട്രാക്ക് ട്രൈ ചെയ്തിട്ടേ ഇല്ലല്ലോ അങ്ങനെ ഞാൻ ചോദിച്ചു. എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളത് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ എനിക്കറിയാം. എനിക്കും അതറിയാം. ഒബ്സർവർ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പലതവണ കളിയാക്കിയിട്ടുണ്ട്. ഞാനും കളിയാക്കിയിട്ടുണ്ട് ഇൻഡയറക്ട്ലി. എനിക്ക് നിങ്ങളുടെ സ്പേസിലേക്ക് വരാൻ പറ്റില്ല, പക്ഷെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പക്ഷെ കോഴി തെണ്ടി പട്ടിയായിരുന്നു ഞാൻ. ഒരു ലവ് ട്രാക്കിന് പുറത്ത് എന്തായിരിക്കും ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ഇഷ്ടം ആ ഒരു സാധനം കിട്ടൂല. അതെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇന്നലെ അവര് നിന്ന് വേണ്ടി ചോദിച്ചാലും നീ ലവ് ട്രാക്ക് ട്രൈ ചെയ്തിട്ടേ ഇല്ലല്ലോ, നീ അങ്ങനെ നോക്കിയിട്ടേ ഇല്ലല്ലോ ചോദിച്ചത് കൺഫർമേഷൻ. ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട്, പക്ഷെ ഒന്നും പറയാനില്ല. ഇവിടെ വന്നിട്ട് എന്തൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നു തിരിച്ചു. ഞാൻ പറയാം എന്താണെന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ല. അങ്ങനെയാണ് അല്ല എനിക്കത് നമ്മളെ കോളേജിൽ പരിപാടി നടക്കുമ്പോഴേ ചെയ്ത് കൊടുക്ക്. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. ഇവിടെ വന്നിരുന്ന വർത്താനം പറയുമ്പോ ഇത് കട്ട് ചെയ്ത് ഒരിക്കലും ആവത്തുമില്ല. അല്ല, ഇവിടെ വന്നിരുന്ന് വിളിച്ചപ്പോ ഇവിടെ കേൾക്കാത്ത രീതിയിൽ ഇരുന്ന് ലേറ്റ് ഇമേജ് കോൺഷ്യസ് ആയിട്ട് നീ രാവിലെ കുടുംബത്തിലെ കാര്യമൊക്കെ ചോദിച്ചിട്ടേ ഇത് ഇളക്കി ഇവിടെ വിടുന്നില്ലേ? എല്ലാവരും കുത്തി ചോദിക്കുന്നില്ല. എല്ലാവരും കുടുംബക്കാരും നിന്നെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഓരോരുത്തർക്ക് കുടുംബകാര്യങ്ങളും ആദിലാൽ നൂറെടുക്കും ഇവരുടെ കാര്യങ്ങളും. നീ ആരുടെ ഇത് ചോദിക്കാനുള്ള ആളാണ് നീ? അയ്യോ ലക്ഷ്മി, നീ ലക്ഷ്മി അല്ല, നീ മഹാകാളിയാണ്. മഹാകാളി, ഭദ്രകാളി. യെസ് ഭദ്രകാളി. ലക്ഷ്മി ഉണ്ട്. ഭദ്രകാളി. യെസ് ഭദ്രകാളി. ലക്ഷ്മി ഉണ്ട്. ചിന്തിക്കാതെ മനുഷ്യ എന്നെ പറയുന്ന പോലും എനിക്ക് തന്നെ ചേരുന്ന രീതിയിൽ പറയാതെ പ്ലീസ്.